ഹായ്, എൻ്റെ പേര് ഫിലോഷ് വേദാന്താണ്. ഞാൻ സൈക്കോളജിസ്റ്റാണ്. വേദാന്ത് വെൽനസ്സിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഊട്ടിക്കൽ എന്ന ഗ്രാമത്തിലാണ്. അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലം ഡിസ്ട്രിക്റ്റ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹൗ ടു സേ നോ വിതൗട്ട് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരാളോട് ഇല്ല എന്ന് പറയാം, നമുക്കൊരു കുറ്റബോധം ഇല്ലാതെ. ഇത് ഒത്തിരി പേരുടെ പ്രശ്നമാണ്, ഒത്തിരി ആൾക്കാരുടെ പ്രശ്നമാണ്. എനിക്കറിയാം, ഇത് ഒത്തിരി പേരിങ്ങനെ ഈ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പല ആൾക്കാരും വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ മനസ്സിനകത്ത് അത് പറ്റില്ല ആ കാര്യം, പക്ഷെ അവർ പറഞ്ഞു പോകും യെസ്. ഈ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാനസികമായി ശാരീരികമായി തളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമുക്ക് പറ്റാത്ത ഒരു കാര്യം, പറ്റാത്ത ഒരു ഭാരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാൻ പോവാണ്. ഇപ്പം ആരെങ്കിലും വന്നൊന്ന് പറയാണ്, എനിക്ക് ഇതൊന്ന് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ഈ വർക്കൊന്ന് ചെയ്ത് തരുമോ? ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾ മാനസികം നല്ലത് ശരിയായിരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത വരും, ഞാൻ ഇതിനെ പറ്റി ഇപ്പം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് വിചാരിക്കും? അദ്ദേഹത്തിന് വിഷമമാകത്തില്ലയോ? അദ്ദേഹത്തിന് ദേഷ്യം വരത്തില്ലയോ? അല്ലെങ്കിൽ അദ്ദേഹം എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും? ഇങ്ങനെ പല ചിന്തകളും വരും. അത് നമ്മൾ എന്ത് ചെയ്യും? യെസ് എന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പോവാം. നിങ്ങൾ അന്നേരം മാനസികമായിട്ട് ശാരീരികമായി തളരുന്നത്. അത് നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് മെൻ്റലി നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ വലിയൊരു ഭാരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണം. ആ ഭാരം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക, നിങ്ങൾക്ക് മെൻ്റൽ പ്രശ്നങ്ങൾ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നോന്ന് പറയാൻ പഠിക്കണം. അതിന് ചില സിമ്പിൾ കാര്യങ്ങളാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഇങ്ങനെ ഒരാൾ വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത്, എനിക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരിക്കലും ഒരു കാര്യം പെട്ടെന്ന് എടുത്ത് കഴിച്ച് നമ്മൾ യെസ് എന്ന് പറയാൻ പാടില്ല. ഒന്ന് ഒരാളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് നമ്മൾ പറയാം, എനിക്ക് ഇന്നത് പറ്റുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മൾ പറയാം, എനിക്ക് ഒന്ന് ആലോചിക്കണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ പറയാം, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ഹോണസ്റ്റി ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലുള്ള ഹോണസ്റ്റി, അത് പുറത്തോട്ട് വരും. അത് അത്യാവശ്യമാണ്. ആ ഹോണസ്റ്റി പുറത്ത് വരണം. അത് വന്നേ പറ്റും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചില ആൾക്കാരുണ്ട്, ആ ആൾക്കാർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ പറയാൻ അവർക്കറിയാം നിങ്ങൾ നോന്ന് പറയത്തില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ കയ്യിൽ ഒരു എന്താ പറയുക, കാശിൻ്റെ കാര്യമാവട്ടെ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം കാശില്ല, ബുദ്ധിമുട്ടാണ്, ഒരാൾ വന്ന് നിങ്ങൾ കാശ് ചോദിക്കുക. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ 100 രൂപ പോലും എടുക്കാല്ല. നിങ്ങളത് എനിക്ക് നോന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ വിചാരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യും? മറ്റുള്ള ആളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുക്കാൻ നോക്കും. ഓക്കെ, അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം നിങ്ങൾക്ക് ഇത് ഇല്ലാന്ന് നോന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം നല്ല കണ്ണിനായിട്ടുള്ള മനുഷ്യനായിരിക്കും. എന്നാലും പറ്റുന്ന കാര്യം പറഞ്ഞതാണ്, അതേ പൈസ കൊണ്ടു.
അദ്ദേഹം പറയാം നാളെ മറ്റന്നാളോ പൈസ തരും. പക്ഷെ നാളായി, മറ്റന്നാളായി, ഒരാഴ്ചയായി, ഒരു മാസമായി, നിങ്ങൾ അയാളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അത്തരമുള്ള അവസ്ഥ ചിന്തിക്കുക. നിങ്ങൾ 1,00,000 രൂപ കൊടുത്തെന്ന് വിചാരിക്കുക. 10 500 അല്ല, 1,00,000 രൂപ നിങ്ങൾ കൊടുത്തു. ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു. ചിലപ്പോൾ അത് നിങ്ങൾ പലിശയ്ക്കായിരിക്കും ഒരാളുടെ കയ്യിൽ മേടിച്ചത്. ഓക്കെ, ആർക്കാ ബെനിഫിറ്റ്? ആ കൊണ്ടുപോയാണ്. കൊണ്ടുപോയ ആളിന് വല്ല ടെൻഷനുണ്ടോ? ഒരു ടെൻഷനുമില്ല. നമ്മുടെ മനസ്സിലൊരു അവസ്ഥ നമുക്ക് എന്ത് പറ്റും? മെൻ്റലി ഡിപ്രഷൻ, എക്സോസ്റ്റ് ആയിപ്പോൾ നമ്മൾ തന്നെ നമുക്കിപ്പോൾ ഭയങ്കര തളർന്നു. പിന്നെ മാനസികമായിട്ട് നമ്മൾ വട്ടുപിടിക്കുന്നതൊക്കെയാണ്. ശാരീരികമായി എന്തൊക്കെ BP കൂടുന്നു, അങ്ങനെ പല കാര്യങ്ങളും. നിങ്ങളുടെ വയറ്റിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഗ്യാസ്ട്രിക് ട്രബിൾ കൂടും. അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ. മറിച്ച് നിങ്ങൾ വളരെ എനിക്ക് പറ്റും തോന്നുന്നില്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇദ്ദേഹം വരത്തില്ല. അങ്ങനെയുള്ളവർ പിന്നെ വരത്തില്ല. ഇവിടെ ഫ്രണ്ട്ഷിപ്പോ പോകുന്നില്ല. പിന്നെ നമുക്ക് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്നത് എന്താണ് തോന്നുന്നത്? മാനസികമായിട്ട് നമുക്ക് നല്ല സമാധാനം ഉണ്ടാകും. കാരണം നമുക്ക് പറ്റാത്തൊരു കാര്യം ഒന്ന് പറഞ്ഞു നമുക്കത് പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറയാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ഭാരം നമ്മൾ ചുമക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ടേയിരിക്കും ഭാരങ്ങൾ. പിന്നെ മാനസികമായിട്ട് നിങ്ങൾ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, പറയാൻ പഠിക്കുക. പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് വാക്കുണ്ടാക്കുക. അതെങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ വാക്കുണ്ടാകും. സിമ്പിളായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എനിക്ക് പറ്റും തോന്നുന്നില്ല, അല്ലെങ്കിൽ നോക്കട്ടെ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കാം. സോ നെക്സ്റ്റ് ടൈം ഇത് നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ പറയാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ണാടി മുമ്പിൽ പോയിട്ട് നിങ്ങൾ റോൾ പ്ലേ ചെയ്യുക. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ കണ്ണാടി മുമ്പിൽ നിങ്ങൾ കാണുന്ന ആൾ നിങ്ങളുടെ കടം ചോദിക്കുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുന്ന ആളോ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വാക്കുകളിനെ പറഞ്ഞു വയ്ക്കുക. കണ്ണിലോട്ട് നോക്കി പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. സോ ഇതൊരു സിമ്പിൾ കാര്യമാണ്, പക്ഷേ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് ഇന്നോ പറയുന്നത്. നമ്മളിപ്പോൾ കേൾക്കുന്നവർക്ക് ചിലർക്കും കാണാം സിമ്പിൾ അങ്ങനെ എന്നൊക്കെ തോന്നും. പക്ഷെ അല്ല, ഇത് ഭയങ്കരമായിട്ട് മെൻ്റലി നമുക്ക് ഭയങ്കര ട്രബിൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ പറയാൻ പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പറയാനുള്ള ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ഞാൻ എൻ്റെ നമ്പറിനകത്ത് ഡീറ്റെയിൽസും എൻ്റെ വെബ്സൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ see you then.